പാർട്ടിയിൽ എത്ര ആളുകളോട് ചോദിക്കുന്നോ അതിനനുസരിച്ച് കേസിയെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ശതമാനം കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അവരത്ര എല്ലാ തരത്തിലും കെ സി എന്ന ഒരു ഒറ്റ ആളിലേക്ക് വരാൻ ആ പാർട്ടി സംഘടന മൊത്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് മുൻ KPCC പ്രസിഡന്റുമാരാകാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റുമാരാകാം, മറ്റു ആരും ആയിക്കോട്ടെ, MLA-മാരിൽ ഭൂരിപക്ഷമാകാം. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂനപക്ഷം മാത്രമേ VD സതീശന് വേണ്ടിയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയോ നിൽക്കാൻ ആളുകളുള്ളൂ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതുമാത്രം നോക്കി തീരുമാനമെടുക്കാനാണെങ്കിൽ അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. വളരെ എളുപ്പം അത് ചെയ്യാവുന്നൊരു കാര്യമാണല്ലോ. ആദ്യമേ ആ നിരീക്ഷകരുടെ ആ ഒരൊറ്റ വരവിലൂടെ അത് കഴിഞ്ഞു. അങ്ങനെ തന്നെയായിരുന്നു അന്ന് പറഞ്ഞു. പിന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇവരെ ഒന്ന് വിളിച്ചു വരുത്തി അവരോട് അഭിപ്രായം ചോദിക്കുന്നു. അതോടുകൂടി തീരേണ്ടതാണ് എന്നാണ് ആരാണ് നിരീക്ഷകയായ കേരളത്തിലെ നിരീക്ഷകയായ ദീപദാസ്, അതെ, ദീപദാസും പറഞ്ഞത്. എന്നിട്ടും നടന്നില്ലല്ലോ. അതിനുശേഷം വീണ്ടും ചർച്ചയ്ക്ക് ആളുകളെ വിളിച്ചിരിക്കുകയാണല്ലോ. അത് എന്തിനാണ്? KPCC പ്രസിഡന്റുമാരെയും മുൻ വർക്കിംഗ് പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ചോയ്സ് ആരാണ്? ഇന്നയാൾ വന്നാൽ മറ്റേ രണ്ടുപേരുടെ കാര്യം എന്താവും? കേരളത്തിൻ്റെ പൊതുവികാരം എന്താണ്? അപ്പോൾ ആ ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുവികാരം കൂടി കണക്കിലെടുക്കാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കണക്കിലെടുക്കുന്നുണ്ടെങ്കിലാണ് കാര്യങ്ങൾക്ക് മറ്റൊരു തലം വരുന്നത്. സംഘടനാപരമായി ആലോചിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിരുദ്ധമാണ് ഈ പൊതുവികാരം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ VD സതീശന് അനുകൂലമാണ് കേരളത്തിലെ പൊതുവികാരം, ജനവികാരം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത് കേവലം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചില പ്രകടനങ്ങൾ നടത്തുന്നതുകൊണ്ടോ ഫ്ലെക്സ് വെച്ചതുകൊണ്ടോ പറയുന്ന കാര്യമല്ല. കാര്യം ഇപ്പോൾ അതൊക്കെ ഓർഗനൈസ്ഡാണ്. വളരെ പെട്ടെന്ന് അത് കൊണ്ടുവന്നു, സ്വിച്ചിട്ട പോലെ നിന്നു. അതുകൊണ്ട് അതിനെല്ലാം പിന്നിൽ ചില ആളുകൾ പ്രവർത്തിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല എന്ന രീതിയിലാണ് ഈ പോയ നേതാക്കൾ തന്നെ ഹൈക്കമാൻഡിനോട് പറയാൻ ശ്രമിച്ചത് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ അതല്ല സംഗതി. ഞാൻ ഒരു വ്യക്തിപരമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചാണ് പറയുന്നത്. ധാരാളം വീടുകളിൽ പോലും ഇതൊരു ചർച്ചയാണ്. നിങ്ങൾ സ്ത്രീകൾ, കുടുംബങ്ങളിലെ സ്ത്രീകൾ, അല്ലെങ്കിൽ മറ്റ് ഈ രാഷ്ട്രീയമൊന്നും അധികം ശ്രദ്ധിക്കാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ പോലും എന്തായി, മുഖ്യമന്ത്രി ആരായി, എന്തായി, വിവരം കിട്ടിയോ, VD ആണോ, VDക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ എന്നുള്ള നിലയിൽ കാണാവുന്ന ധാരാളമുണ്ട്. ഞാനിത് പറയുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ ഇനി അങ്ങനെ പറയാൻ വേണമെങ്കിൽ നമ്മളൊക്കെ അങ്ങനെയുള്ള ആളുകളുമായിട്ട് മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അത് നോക്കൂ, അത് കേവലം ആവേശപ്രകടനമൊന്നുമല്ല. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നുവരെയും നമ്മൾ കോൺഗ്രസ്സിനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു ആൾക്കൂട്ടം എന്നുള്ള നിലയിലാണ്. ആർക്കും വന്ന് ചേരാവുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അങ്ങനെ വളരെ കർശനമായ സംഘടന ചട്ടക്കൂടൊന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ പല തരത്തിലുള്ള ആളുകൾ അഭിപ്രായം തുറന്നു പറയുന്ന ആളുകൾ കൂടുതലായിട്ടുള്ളത്. ഓക്കെ, പക്ഷേ അതിന് പൊതുവായി ചില കാര്യങ്ങളിൽ നിലപാടെടുക്കാൻ കഴിയേണ്ടതാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് അതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ നയിച്ച ഒരാളെന്ന നിലയിൽ VD സതീശൻ മുന്നോട്ട് വച്ചൊരു ആശയം എന്ന് പറയുന്നത്. അതിന് നല്ല തരത്തിലുള്ള പിന്തുണ കിട്ടി. അത് വർഗീയതയുടെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ മറ്റു ചില വിഷയങ്ങളുടെ കാര്യത്തിലാവട്ടെ, ചില എന്താ പറയുക, ഭാവിയിലേക്കുള്ള ചില വികസന കാഴ്ചപ്പാടുകളാവട്ടെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു പൊതുവായ സ്വീകാര്യത ന്യൂജൻ വോട്ടർമാരിൽ ഉൾപ്പെടെ കിട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പുതിയ തലമുറ പോലും അത് അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ അസാമാന്യമായ വിജയത്തിലേക്ക് കൂടി നയിച്ചത് എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ആ വികാരം കണക്കിലെടുക്കാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി കേരളത്തെ അറിയാത്ത ആളല്ല. കേരളത്തിൻ്റെ ഒരു പൊതുവായ അന്തരീക്ഷവും കേരളത്തിൻ്റെ വികാരവും ഒന്നും മനസ്സിലാക്കാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി, ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ കാര്യം, പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വയനാട്ടിൽ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നല്ല തോതിൽ VD സതീശനെ പിന്തുണ നൽകുന്ന ലീഗ് അനുയായികളുള്ള ഒരു മണ്ഡലമാണത്, അല്ലേ? നമുക്ക് നല്ല തോതിൽ ലീഗിൻ്റെ അഭിപ്രായം വളരെ പ്രധാനമായി തീരുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ അത് മറ്റൊരു കാര്യം. അത് അവർക്ക് 100 കണക്കിന് മെയിലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്, മെസ്സേജുകളും മെയിലുകൾ. മറ്റൊന്ന് എന്ന് പറയുന്നത് സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളവും VD സതീശനെ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു
ആശയം അവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AK ആൻ്റണിയോട് സംസാരിക്കുന്നു, K മുരളീധരനോട് സംസാരിക്കുന്നു, VM സുധീറിനോട് സംസാരിക്കുന്നു. ഗ്രൂപ്പുകളില്ലാത്ത ആളുകളോട് സംസാരിക്കുന്നു. മറ്റത് എ ഗ്രൂപ്പ് ഒരു ചേഞ്ച്ഡ് എ ഗ്രൂപ്പിൻ്റെ ഒരു വലിയ ഇതാണ്. ഞാൻ KC വേണുഗോപാലിനെ തള്ളിപ്പറയുകയല്ല. KC വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെ സംഘടനയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനവും ശക്തിയും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അതിനനുസരിച്ചുള്ള ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇറ്റ്സ് ദർ. പക്ഷേ ജനവികാരം കണക്കിലെടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ വരുള്ളൂ. അതല്ലാതെ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ഈ വിജയമുഖത്ത് നിന്ന് പരാജയം കുത്തിപ്പറിച്ചു പോകുന്ന പക്ഷികളെ പോലെ തലതിരി പക്ഷികൾ എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിച്ചു.